ഗാസയിലെ ഇസ്രായേലിന്റെ കൊടും ക്രൂരതയ്ക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന ഷിയ ഭരണകൂടമായ ഇറാനെ തകർക്കാൻ പല വഴികളും പയറ്റുകയാണ് ഇസ്രായേൽ. എന്നാൽ ഇറാന്റെ ചരിത്രവും ആയുധ അംഗബലവും മനസ്സിലാക്കാതെ പെരുമാറുന്ന ഇസ്രായേലിന് എന്നും തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനെ തകർക്കാനിറങ്ങിയ ഇസ്രായേലിന് ഇപ്പോൾ ആക്രമിക്കാൻ ആയുധം പോലും ഇല്ലാത്ത അവസ്ഥയുമെത്തി. ഇനിയൊരു നീക്കം നടത്തണമെങ്കിൽ തന്നെ അമേരിക്കയുടെ കനിവ് കൂടിയേ തീരൂ. ഇറാനോടുള്ള സ്വതസിദ്ധമായ ഭയം കാരണം ഇനി ട്രംപ് ഇസ്രായേലിന് ആയുധം കൊടുക്കുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതിനിടെയാണ് ഇറാനെ മറ്റൊരു കള്ളക്കഥയുടെ പൂട്ടാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഈ കള്ളക്കഥ മെനഞ്ഞ് ഒറ്റപ്പെടുത്താമെന്ന വിശ്വാസത്തിൽ ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും എത്തിയതിന് വലിയ തിരിച്ചടിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ അത് മുളയിലെ നുള്ളിയിരിക്കുകയാണ് ഇറാൻ. ലോകപ്രശസ്തമായ MIT-യിലെ ആണവ ശാസ്ത്ര വിഭാഗം പ്രൊഫസർ ന്യൂനോ ലൂറിറോ സ്വന്തം വീട്ടിൽ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ അമേരിക്കൻ അന്വേഷണ ഏജൻസികൾ പ്രാഥമിക പരിശോധനകൾ പോലും പൂർത്തിയാക്കുന്നതിന് മുൻപേ ഇതിനു പിന്നിൽ ഇറാനാണെന്ന ഗുരുതരമായ ആരോപണവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ തെളിവുകളില്ലാതെ ഇറാനെ കുറ്റപ്പെടുത്തുന്ന ഇസ്രായേലിന്റെ ഈ നിലപാട് മേഖലയിലെ സമാധാനം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണെന്നാണ് വിലയിരുത്തൽ. കൊലപാതകത്തിന് പിന്നിൽ ഇറാനിയൻ പ്രവർത്തകരാണെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടതായി ജെറുസലേം പോസ്റ്റിന്റെ വാർത്തയിലാണ് പറയുന്നത്. എന്നാൽ ഈ വാദത്തെ ശരിവയ്ക്കുന്ന യാതൊരു തെളിവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്രായേൽ ഇത്തരമൊരു ഇറാൻ ബന്ധം ആരോപിക്കുമ്പോഴും കേസന്വേഷിക്കുന്ന FBI-യോ പ്രാദേശിക പോലീസോ ഈ സിദ്ധാന്തത്തെ ഇതുവരെ പിന്തുണച്ചിട്ടില്ല. ഇത് സജീവമായ ഒരു അന്വേഷണമാണെന്നും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ കഴിയില്ല എന്നുമാണ് നോർഫോക്ക് ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രൊഫസറുടെ മരണം ഒരു മറയാക്കി ഇറാനെതിരെ ലോകരാജ്യങ്ങളുടെ വികാരം തിരിച്ചുവിടാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഊർജ്ജതന്ത്രത്തിലും ന്യൂക്ലിയർ ഫ്യൂഷൻ ഗവേഷണത്തിലും ലോകം ആദരിക്കുന്ന പ്രതിഭയായിരുന്നു ന്യൂനോ ലൂറിറോ. ഭാവിയുടെ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ലിസ്ബണിൽ നിന്ന് ബിരുദവും ലണ്ടനിലെ ഇംപീരിയൽ കോളേജിൽ നിന്ന് PhD-യും നേടിയ അദ്ദേഹം പ്രിൻസ്റ്റണിൽ ഗവേഷണം നടത്തിയിട്ടുണ്ട്. MIT-യുടെ പ്ലാസ്മ സയൻസ് ആൻഡ് ഫ്യൂഷൻ സെന്ററിന്റെ ഡയറക്ടറായി കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ചുമതലയേറ്റത്. 250-ലധികം ഗവേഷകർക്ക് നേതൃത്വം നൽകിയിരുന്ന അദ്ദേഹം ഒരു ബുദ്ധിമാനായ അക്കാദമിക് വ്യക്തിത്വമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗം ശാസ്ത്രലോകത്തിന് വലിയ നഷ്ടം ഉണ്ടാക്കിയെങ്കിലും ഇസ്രായേലിന്റെ ആരോപണം ആരും അംഗീകരിച്ചിട്ടില്ല. ഇറാന്റെ ആണവ പദ്ധതികളെ ചുറ്റിപ്പറ്റി 2025-ൽ സംഘർഷങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിലായിരുന്നു. ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അമേരിക്ക സ്വീകരിച്ച കടുത്ത നിലപാടുകളാണ് ഈ അസ്വസ്ഥതകൾക്ക് തന്നെ പ്രധാന കാരണം. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ഫോർദോ, നതാൻസ് തുടങ്ങിയ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ വൻതോതിലുള്ള വ്യോമാക്രമണം നടത്തിയത് വലിയ എതിർപ്പുകൾക്കും ഇടവച്ചിരുന്നു. ഇത്തരം ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്കെതിരെ സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമായി തന്നെ നിലനിൽക്കുകയും നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ടെല്ലവീവിന് നേരെയുള്ള മിസൈൽ ആക്രമണങ്ങൾ ഇറാന്റെ ശക്തമായ മുന്നറിയിപ്പായിരുന്നു. പ്രൊഫസറുടെ കൊലപാതകത്തിന് 2 ദിവസം മുൻപ് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന വെടിവയ്പുമായി ഇതിന് ബന്ധമുണ്ടെന്ന അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും FBI ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. പ്രൊഫസർ ന്യൂനോ ലൂറിറോയുടെ ദാരുണമായ കൊലപാതകം ശാസ്ത്രലോകത്തെ മാത്രമല്ല ലോക മനസാക്ഷിയെ തന്നെ വേദനിപ്പിക്കുന്നതാണെന്ന വിലയിരുത്തലുകൾ വന്നു കഴിഞ്ഞു. എന്നാൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുന്നതിന് പകരം ഈ സംഭവത്തെ മറ്റൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഇസ്രായേലിന്റെ സങ്കുചിത താൽപ്പര്യങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത്. ആഗോള സമാധാനം നിലനിർത്തേണ്ടത് അത്യാവശ്യമായ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂ എന്നും സത്യസന്ധമായ അന്വേഷണത്തിലൂടെ മാത്രമേ ലൂറിറോയുടെ കുടുംബത്തിനും ശാസ്ത്രലോകത്തിനും നീതി ലഭിക്കൂ എന്നാണ് ശാസ്ത്രലോകം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭാഗത്തുനിന്നും ഒരു നിർണായക നീക്കം കൂടി ഉണ്ടായിരിക്കുകയാണ്. പരസ്പര ബന്ധവും സഹകരണവും ഊട്ടിയുറപ്പിക്കുന്നതിനായി മോസ്കോയും ഇറാനും തമ്മിൽ സമീപഭാവിയിൽ തന്നെ സമഗ്രമായ അന്തർ സംസ്ഥാന കരാറിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് വ്യക്തമാക്കിയിരിക്കുന്നത്. നയതന്ത്രജ്ഞൻ പറയുന്നതിനനുസരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിലവിൽ ധാരാളം ഉഭയകക്ഷി പദ്ധതികളും ഇരു രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ടെന്നും ലാവ്റോവ് വ്യക്തമാക്കിയിട്ടുണ്ട്. മോസ്കോയിൽ നടന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിൽ ആണ് പുതിയ ഇറാൻ-റഷ്യ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവർ പങ്കുവച്ചിരിക്കുന്നത്. പരസ്പര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനായുള്ള കരാറിന്റെ അന്തിമഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞുവെന്നും ഇരു രാജ്യങ്ങളും ഇത് പാലിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്നുമാണ് പറയപ്പെടുന്നത്. ഇത് ഇറാനിയൻ നേതൃത്വവുമായുള്ള സുപ്രധാനമായ ചുവടുവയ്പായിരിക്കുമെന്നുള്ള സൂചനയും റഷ്യൻ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ചില സാങ്കേതിക കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ഇറാനുമായുള്ള പുതിയ കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നുമാണ് ലാവ്റോവ് വ്യക്തമാക്കുന്നത്.
പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ടാം റൗണ്ടിൽ 53.6% വോട്ട് നേടി വിജയിച്ച ശേഷമാണ് ഇറാന്റെ 9ാമത്തെ പ്രസിഡന്റായി മസൂദ് പെസക്ഷ്യാൻ ചുമതലയേറ്റത്. ഹെലികോപ്റ്റർ അപകടത്തിൽ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്നാണ് ഇറാനിൽ വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത്. പരിഷ്കരണവാദി നേതാവായ മസൂദ് പെസക്ഷ്യാൻ അധികാരത്തിൽ വന്നതിന് ശേഷം മൂല്യമുള്ള തന്ത്രപരമായ പങ്കാളിയെന്ന് റഷ്യയെ വിശേഷിപ്പിക്കുകയും മോസ്കോയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളിലെയും സംയുക്ത പദ്ധതികളെക്കുറിച്ച് സംസാരിക്കവേ ഇറാനിയൻ വിദേശകാര്യമന്ത്രി ലാവ്റോവ് പ്രധാന ലോജിസ്റ്റിക് ഇടനാഴികളെക്കുറിച്ചും പരാമർശം നടത്തിയിരുന്നു. അതായത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് പേർഷ്യൻ ഗൾഫിലേക്കും പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും എളുപ്പത്തിൽ പോകാൻ റഷ്യയെ അനുവദിക്കുന്ന ഇടനാഴി ഇറാനിയൻ നോർത്ത് സൗത്ത് ആണെന്നും ഇത് യാത്രാസമയവും ഗതാഗത ചെലവും ഗണ്യമായി കുറയ്ക്കുമെന്നും ലാവ്റോവ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതൊരു കാസ്പിയൻ സഹകരണം ആണെന്ന് പറഞ്ഞ ലാവ്റോവ് തങ്ങളുടെ തീരദേശ രാജ്യങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഇത് ആശയവിനിമയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മേഖല കൂടിയാണെന്നും വ്യക്തമാക്കി കഴിഞ്ഞു. യൂറോപ്പ് ഉൾപ്പെടെയുള്ള ഇന്ത്യ, ഇറാൻ, അസർബൈജാൻ, മധ്യേഷ്യ, റഷ്യ എന്നിവിടങ്ങളിൽ ചരക്ക് നീക്കത്തിനായി കപ്പൽ, റെയിൽ, റോഡ് മാർഗങ്ങളെ ബന്ധിപ്പിക്കുന്ന 7200 കിലോമീറ്റർ നീളമുള്ള മൾട്ടി മോഡ് ട്രാൻസിറ്റ് സംവിധാനമാണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന് പറയപ്പെടുന്ന INSTC. 2000ന്റെ തുടക്കത്തിൽ തന്നെ INSTCയുടെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും അതിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നത് ഇപ്പോഴാണ്. റഷ്യയ്ക്ക് മേൽ പാശ്ചാത്യ ഉപരോധം ഉണ്ടായപ്പോൾ ഏഷ്യയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും തങ്ങളുടെ വ്യാപാരപാതകൾ മാറ്റാൻ റഷ്യയെ ഇത് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ഇറാനിലെ ബുഷെർ ആണവ നിലയത്തിന്റെയും മറ്റ് സംയുക്ത നിക്ഷേപ പദ്ധതികളുടെയും സഹകരണത്തെക്കുറിച്ചും റഷ്യൻ വിദേശകാര്യമന്ത്രി പരാമർശിക്കുകയുണ്ടായി. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വൻ ഭീഷണിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയും ഇറാനും പാശ്ചാത്യ ഉപരോധത്തിന് കീഴിലായ സാഹചര്യമാണ് ഇരുവരെയും കൂടുതൽ അടുപ്പിച്ചത്. ഇതാകട്ടെ ഊർജ്ജ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലും ആയുധ കൈമാറ്റത്തിലും വരെ എത്തി നിൽക്കുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിലേക്കുള്ള പൈപ്പ് ലൈൻ വാതക വിതരണത്തിനായി റഷ്യ ഊർജ്ജ ഭീമനായ ഗാസ്പ്രോം ഇറാനുമായി മെമ്മോറാണ്ടവും ഒപ്പുവെച്ചു കഴിഞ്ഞു. 2022 തന്നെ റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവാക് ഇറാനുമായി $40 ബില്യൺ വൻതോതിലുള്ള ഊർജ്ജ കരാറും എണ്ണ, പ്രകൃതിവാതകം എന്നിവ കൈമാറ്റം ചെയ്യാനുള്ള കരാറും പ്രഖ്യാപിച്ചിരുന്നു. 2023 ജൂലൈയിൽ ഇറാൻ റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ ബഹുമുഖ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പൂർണ്ണ അംഗമായി മാറിയിരുന്നു. ഇത് ഇറാനെ സംബന്ധിച്ച് വൻ നേട്ടം കൂടിയായിട്ടുണ്ട്. റഷ്യൻ ചേരിയുമായി ഇറാനുള്ള അടുപ്പം നാൾക്കുനാൾ വർദ്ധിക്കുന്നതിൽ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടത് ഇസ്രായേൽ മാത്രമല്ല അമേരിക്ക കൂടിയാണ്. അത് വ്യക്തമായ സന്ദേശം കൂടി അവർ നൽകി കഴിഞ്ഞു. മാത്രമല്ല ഇസ്രായേലിനോട് പ്രതികാരത്തിന് തയ്യാറെടുത്ത് ദി ആക്സിസ് ഓഫ് റെസിസ്റ്റൻസും ഇപ്പോൾ രംഗത്ത് വന്നതായി റഷ്യ ടുഡേയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഗാസയിലെ ഹമാസും ലെബനാനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും സിറിയയിലെയും ഇറാഖിലെയും അതിശക്തരായ പോരാളി ഗ്രൂപ്പുകളാണ്. ഇറാൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശം എന്താണെങ്കിലും ജീവൻ നൽകിയും നടപ്പാക്കുന്ന ഗ്രൂപ്പുകളാണിവർ. ഇവർക്ക് പുറമെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ള നാഷണൽ കൗൺസിൽ ഫോർ റെസിസ്റ്റൻസ് ഓഫ് ഇറാൻ റൊമനൈസസ് എന്ന ഗ്രൂപ്പ് ഫ്രാൻസിലും അൽബേനിയയിലും പ്രവർത്തിക്കുന്ന ഒരു ഇറാനിയൻ അനുകൂല ഗ്രൂപ്പ് കൂടിയാണ്. വിവിധ ഇറാനിയൻ വിമത ഗ്രൂപ്പുകൾ ചേർന്ന ഈ സഖ്യത്തിന് ഇറാൻ ഭരണകൂടത്തോട് എതിർപ്പുണ്ടെങ്കിലും ഇസ്രായേൽ വിരുദ്ധ നിലപാടിൽ ഇറാന് സമാനമായ നിലപാടെടുക്കുകയും അവരുടെ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയുമാണ് ഇവർ. ഇസ്രായേലിനെതിരെ ഇറാൻ പ്രതികാരം തുടങ്ങിയാൽ ആ സന്ദർഭം ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാനാണ് ഈ ഗ്രൂപ്പുകൾ എല്ലാം തന്നെ കാത്തിരിക്കുന്നത്. ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ ചങ്കൂറ്റമുള്ള അറബ് രാഷ്ട്രങ്ങൾ പൊതുവെ കുറവാണെന്നാണ് വിലയിരുത്തൽ. അതിന് അന്നും ഇന്നും ധൈര്യം കാട്ടുന്നത് ഇറാനും അവരെ പിന്തുണയ്ക്കുന്ന വിവിധ ഗ്രൂപ്പുകളും മാത്രമാണ്. ഇറാൻ അനുകൂല യമനിലെ ഹൂതികളെപ്പോലെ തന്നെയാണ് പോരാളികളായ ഇറാഖികളും മുന്നോട്ടു പോകുന്നത്. ഇവർ എപ്പോഴും അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള തങ്ങളുടെ പക പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇറാഖിലെ സൈനിക പ്രവർത്തനങ്ങളിൽ അമേരിക്ക അയവ് വരുത്തിയെങ്കിലും ലെബനനിലും ഇറാനിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രകോപിതരായ ഇറാഖിലെ പ്രതിരോധ സേന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ അടക്കം ആക്രമിച്ചിരുന്നു. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ പ്രതികാരത്തിന്റെ ആദ്യഘട്ടം മാത്രമാണിതെന്നും ഇസ്രായേൽ ഇനിയാണ് ഭയക്കേണ്ടതെന്നും ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പും വന്നു കഴിഞ്ഞു. ഈ ആക്രമണത്തിൽ പറ്റിയ നാശനഷ്ടം എത്രയെന്നത് ഇതുവരെ ഇസ്രായേൽ അതിന്റെ കണക്ക് പോലും പുറത്തുവിട്ടിട്ടില്ല. ഹിസ്ബുള്ളയുടെ ആക്രമണം വരാൻ പോകുന്ന വലിയ ആക്രമണത്തിന് മുൻപ് ഇറാൻ നടത്തിയ ഒരു പരീക്ഷണമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കൂടുതൽ ശക്തരായി ഹിസ്ബുള്ള രംഗത്തേക്ക് എത്തുന്നു എന്നത് ഇസ്രായേൽ തന്നെ ഇപ്പോൾ സമ്മതിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനുള്ള സാധ്യത തന്നെയാണ് ഇസ്രായേൽ വിരുദ്ധരുടെ നിലവിലെ തയ്യാറെടുപ്പുകളും സൂചിപ്പിക്കുന്നത്. യുക്രൈനിൽ റഷ്യ യുദ്ധം അവസാന ലാപ്പിലേക്ക് കടന്ന സാഹചര്യത്തിൽ ഇനി ഇസ്രായേലിന് നേരെ ഏത് സമയവും ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യയ്ക്ക് നേരെ നിലവിൽ 50 രാജ്യങ്ങളാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ അണിനിരന്നിരിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ ഇത് പ്രകടവുമാണ്. ഈ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങളോടാണ് റഷ്യൻ സൈന്യം ഏറ്റുമുട്ടുന്നത്.
റഷ്യയെ ശിഥിലമാക്കാൻ പാശ്ചാത്യ ശക്തികൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനായി യുക്രൈനിലെ നാസി സേനകൾക്കൊപ്പം ചേരുന്നതുവരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നും തുറന്നു പറഞ്ഞിരിക്കുന്നത് മോസ്കോയിലെ ഉന്നത നയതന്ത്രജ്ഞനും വിദേശകാര്യമന്ത്രിയുമായ സെർജി ലാവ്റോവ് തന്നെയാണ്. റഷ്യയിലെ പുതിയ അധ്യയന വർഷത്തിൽ മോസ്കോ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിൽ വിദ്യാർത്ഥികളുമായി അധ്യാപകരുമായി സംസാരിക്കുമ്പോൾ ഇക്കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. റഷ്യൻ ഭരണകൂടം വളരെ ശക്തവും സ്വതന്ത്രവുമായ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ എപ്പോഴും റഷ്യയെ ഭയക്കുന്നുണ്ടെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഏതൊരു ശക്തിക്കും ഏത് സമയത്തും വേണ്ട വിധത്തിലുള്ള സംരക്ഷണവും ആയുധങ്ങളും നൽകാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും അവർ ആവശ്യപ്പെടേണ്ട നിമിഷം ആയുധങ്ങൾ അവിടെ എത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു.